ഇവിടുത്തെ കയർ തൊഴിലാളിക്ക്, ഇവിടുത്തെ മരവ്യവസായ തൊഴിലാളിക്ക്, ബീഡി ചുരുട്ട് തൊഴിലാളികൾക്ക് അവരെയൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട്, അവരെയൊക്കെ തന്നെ സമരങ്ങളിൽ അണിചേർത്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾ നടത്തിയ സഖാവ് PP ശങ്കരേട്ടനെ പോലെ, സഖാവ് കീഴുവേട്ടനെ പോലുള്ള നിരവധി സഖാക്കളുടെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു പ്രദേശമാണ് വടകര. ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും സ്വപ്നം കാണുന്നത് ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ലോകമാണ്. ആ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തെമ്പാടുമുള്ള വിവിധ പേരിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. നേരത്തെ സഖാവ് സൂചിപ്പിച്ചത് 24ാം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സമ്മേളനം. ആ അഖിലേന്ത്യാ സമ്മേളനം 1942 ബോംബെയിൽ വെച്ചാണ് നടന്നത്. പിന്നീട് നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനങ്ങൾ, അവിടെ നിന്നൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ 3 വർഷത്തിൽ ഒരിക്കൽ തീരുമാനിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒത്തുചേർന്നുകൊണ്ട് 4-5 ദിവസമെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള പോംവഴികൾ ആരായുക എന്നുള്ളതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പാർട്ടിക്കുള്ള ഒരു സവിശേഷത. മുതലാളിമാരും ഒക്കെ തന്നെ ഓച്ചാനിച്ച് നൽകുന്ന സൗകര്യങ്ങളിലാണ് പലരും ജീവിച്ചു പോകുന്നത്.